നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. നിങ്ങൾക്ക് എന്നും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? അതുപോലെ എല്ലാ സ്ഥിരമായിട്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഗ്യാസിൻ്റെതായിട്ടുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് താൽക്കാലിക ആശ്വാസം വരുന്നുണ്ടെങ്കിലും ഇത് വിട്ടുമാറാതെ നിൽക്കുകയാണോ? എല്ലാ ദിവസവും വൈകുന്നേരം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ, ഗ്യാസ് കാരണം കൊണ്ട് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കൂടാതെ കീഴ്വായു ശല്യത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക, ശരിയായ രീതിയിൽ മലശോധന നടക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായിരിക്കും. കാരണം ഇന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചെറിയ ചേരുവകൾ ചേർത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെമഡി പറയുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ചേരുവ എന്ന് പറയുന്നത് അയമോദകമാണ്. അയമോദകം എന്ന് പറയുന്നത് ഉദര സംബന്ധമായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടും ഒപ്പം നമുക്ക് ശരീരത്തിന് പലവിധ വേദനകൾ ഉണ്ടെങ്കിൽ ഇവ അകറ്റാനും സഹായകരമാകുന്നതാണ്. അയമോദകം നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് എടുക്കേണ്ടത് 1/2 സ്പൂൺ അളവായിട്ടുള്ള അയമോദകമാണ് എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതിനൊപ്പം നമ്മൾ ഒരു നുള്ള അളവായിട്ടുള്ള കായത്തിന്റെ പൊടിയാണ് ചേർക്കേണ്ടത്. കായപ്പൊടിക്കകത്ത് ഫെലൂറിക് ആസിഡും അതുപോലെ വോളറ്റൈൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് ചേർന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ മസിൽസിന്റെ റിലാക്സേഷന് വേണ്ടിയിട്ട് സഹായിക്കുകയും ശരിയായ രീതിയിലുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒരു നുള്ള അളവായിട്ടുള്ള കായപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇന്ദുപ്പാണ്. അതും ഒരു നുള്ള അളവായിട്ടുള്ള ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ഇന്ദുപ്പും നമ്മുടെ ഇൻഫ്ലമേഷൻസ് തടയാൻ വേണ്ടി, പ്രത്യേകിച്ച് കുടലിനുള്ളിലുള്ള നീർക്കെട്ട്, നീർവീക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏറെ ഗുണകരമാവുന്നതാണ്. അതുപോലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയും സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു നുള്ള അളവായിട്ടുള്ള ഇന്ദുപ്പ് കൂടി ചേർക്കുക. ഇനി നാലാമതായിട്ട് വരുന്നത് നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ചൂട് വെള്ളത്തിനകത്തേക്ക് ഈ ഒരു 1/2 സ്പൂൺ അളവായിട്ടുള്ള അയമോദകം ഒന്ന് ചതച്ചതിന് ശേഷം ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇടുക. അതുപോലെ ഒരു നുള്ള അളവായിട്ടുള്ള ഇന്ദുപ്പും ഒരു നുള്ള അളവായിട്ടുള്ള കായത്തിന്റെ പൊടി കൂടെ ചേർത്തതിന് ശേഷം എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കുക. അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് കുടിക്കാൻ കഴിയുന്നതാണ്. ഇത് കുടിച്ച് ഒരു 5-10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കീഴ്വായു ശല്യത്തിന്റെ പ്രശ്നങ്ങളോ നെഞ്ചരിച്ചിലോ അങ്ങനെയുള്ള നമുക്ക് ആ ഒരു ഡിസ്കംഫർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് മാറ്റി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്.